ആയിട്ടുള്ള ലോകത്തിലെ എല്ലാ അർത്ഥശാസ്ത്രങ്ങളിലേക്കും നമുക്ക് കടക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ തന്നെ ചിത്രകലയിലേക്ക് വരുന്നതിന് മുമ്പേ ഭിത്തിയിലെല്ലാം വീട്ടിൽ ഇങ്ങനെ കോരി വരച്ചിടുമ്പോൾ അച്ഛൻ പിടിച്ച് 2 അടിയൊക്കെ തരും. അപ്പൊ വല്യച്ഛൻ അങ്ങനെ അടിക്കരുത് തന്നെ എന്ന് പറയും. അപ്പൊ അന്നേ ഈ വരയുടെ ശാസ്ത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്കൂളിലെ ഏറ്റവും നല്ല കൈയക്ഷരം എന്നതായിരുന്നു. സാറുമാരൊക്കെ എന്നെ ബാക്കിയുള്ളവരോടൊപ്പം നിന്ന് അനുഭവിക്കുമായിരുന്നു. അപ്പൊ പകർത്തി എഴുത്തെന്ന് പറയുന്നത് പോലും വളരെ മനോഹരമായ എഴുതുമായിരുന്നു. വരയുടെ ശാസ്ത്രത്തിൽ നിന്നാണ് ലോകത്തിലെ സമസ്ത അറിവുകളിലേക്കും കടക്കാൻ കഴിയുന്നത് എന്ന് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇന്ന് നാട്ടിൽ നടക്കുന്ന കാര്യം മനുഷ്യ സ്നേഹം സ്വാർത്ഥതയുടെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഇത് പറയുമ്പോഴും ചേട്ടൻ ചില പാട്ടുകൾ പാടിയപ്പോൾ എന്റെ മനസ്സിലും വിരിഞ്ഞ ഒരു ഗാനമുണ്ട്. കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം കേരളം പൂക്കും കേരളം കേരളി സദനമമിൻ കേരളം 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 പൂവണി പൊന്നിൻ ചിങ്ങപ്പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ പൂവണി പൊന്നിൻ ചിങ്ങപ്പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ മാവേലി മന്നന്റെ മാണിക്യത്തേരും മാനസ പൂക്കളങ്ങളാണി തിരുമേനിയേഴുന്ന സമയമായി ഹൃദയങ്ങളിൽ